ഞാനൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം പറയാം. എത്ര വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ മാനസികമായിട്ട് നമ്മുടെ അച്ഛനെ ഓർത്തു പോകും അല്ലേ? ചില മക്കൾ ചില അച്ഛനമ്മമാരെ ഉപേക്ഷിക്കും. അതായത് നല്ല രീതിയിൽ നോക്കുന്ന അച്ഛനമ്മമാരെ അവർ കളയും. എന്നാൽ മോശമായി നോക്കുന്ന അച്ഛനമ്മമാരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. മക്കളെ പീഡിപ്പിച്ച് മക്കൾക്ക് ഫുഡ് കൊടുക്കാണ്ട് ഒരുപാട് അവരെ കഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ജീവിതങ്ങളും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിനകത്തൊരു വല്ലാത്തൊരു ഫീലിങ്സാണ്. കാരണം തറയിൽ ഭക്ഷണം ഇട്ടിട്ട് അത് വാരി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. മനുഷ്യർക്ക് ഫുഡ് കൊടുത്താൽ അവർ തിരിഞ്ഞു കൊത്ത തന്നെ ചെയ്യും. അതേസമയത്ത് ഇതുപോലുള്ള മൃഗങ്ങൾക്ക് ഫുഡ് കൊടുത്താൽ എന്ത് ചെയ്യും? അവരൊന്ന് വാലാട്ടിയെങ്കിലും കാണിക്കും. എന്ത് സ്നേഹമാണെന്നറിയോ ഇവന്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് വന്നാലും ഇവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. കയറി ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. കണ്ടോ ഇവൻ എന്ത് സ്നേഹമാണെന്നറിയോ? ഇവൻ്റെ സ്നേഹം പോലും ഒരുമ്മ തന്നെ, ഇവൻ്റെ സ്നേഹം പോലും മനുഷ്യർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ വീഡിയോകൾ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവാണ്. അങ്ങോട്ട് പോ, അമ്മ വിളിക്കാം, അങ്ങ് പോ. ചങ്ക് പൊട്ടിപ്പോവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഓടി വരുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ട് പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അതിൽ ഓടി വരുമ്പോൾ ഇവൻ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോഴേ ഇവൻ വിളിക്കാൻ തുടങ്ങും, അമ്മ 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 എന്ന് വിളിക്കാൻ തുടങ്ങും. നോക്കുക. അപ്പോൾ അവൻ്റെ ആ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയാൻ പറ്റത്തില്ല. നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അവൻ്റെ ഒരു ഓർമ്മയുണ്ടാകും. ഒന്നുമില്ലെങ്കിലും, കയ്യിലൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും ഇവൻ എന്നെ കാണുമ്പോൾ കാണിക്കുന്ന സ്നേഹം, ഓടി വന്ന് അവനൊന്ന് എടുത്ത് അവനൊരു ഉമ്മ കൊടുത്ത് അവനൊരു ആശ്വാസവാക്ക് പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവൻ ഇവിടെ കിടന്നങ്ങ് തുള്ളിച്ചാടി ഡാൻസ് കളിക്കും. കാരണം കൊച്ചു കുട്ടികൾ അമ്മമാരെയൊക്കെ കാണുമ്പോൾ ഈ കളിപ്പാട്ടം കിട്ടുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കിട്ടുമ്പോൾ അവർ ഹാപ്പിനെസ് കാണിക്കുന്ന പോലെ ഇവൻ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ചിരിച്ച് മറിഞ്ഞ് ഇവിടെ ഒരു മേളമാണ്. സ്നേഹം എന്ന് പറയുന്നത് അതാണ്. ഒന്നും കൊടുക്കലോ വാങ്ങലോ അല്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്നതാണ് ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. അത് ചില മനുഷ്യർക്കില്ലാതെ പോവുകയാണ്. എത്ര കൊടുത്താലും തികയില്ല. 5 പ്രാവശ്യം കൊടുത്തിട്ട് 6ാമത്തെ പ്രാവശ്യം നമ്മൾ കൊടുക്കാതിരുന്നാൽ അവർ പിന്നെ നമ്മളെ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അവിടെ കൊടുക്കുന്നതിനാണ് സ്നേഹം. എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുക്കുന്നതിലാണ് അവർക്ക് ആ സ്നേഹം വരുന്നത്. അല്ലാതെ സ്നേഹങ്ങളില്ല. അതേകട്ടിൽ എത്രയോ അനാഥാലയങ്ങളിൽ അമ്മമാരെ അച്ഛന്മാരെ ഉപേക്ഷിച്ചു. ഇല്ല, സാഹചര്യമാണ്, ഞാൻ ആരെയും കുറ്റം പറയില്ല. പക്ഷേ എന്നാൽ കാശുള്ള ഒരുപാട് ഫാമിലികളുണ്ട്. അവർ പോലും ഇങ്ങനെയുള്ള അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവുക. ഗതികേട് കൊണ്ട് വളർത്താൻ നിവർത്തിയില്ല, നോക്കാനുള്ള ആ ഒരു ഭാഗ്യമില്ലാതെ കൊണ്ടുവന്ന് ഓരോരുത്തരെ ഹോമിലായാലും അനാഥാലയത്തിലായാലും വിടുന്ന ആൾക്കാരുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, സാഹചര്യമാണ്. ആരെയും ഞാൻ തെറ്റു പറയില്ല. ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ അവരവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? കുട്ടിക്കാലത്ത് അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരതിന് ശേഷം എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം നമുക്ക് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റില്ല. എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ജീവിതം ഒന്നേ ഉള്ളൂ. എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പച്ചവെള്ളം കുടിച്ചാലും ഒരുമിച്ച് സന്തോഷമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് നടന്നാൽ കിട്ടത്തില്ല. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒറ്റപ്പെടലാണ് അനുഭവപ്പെടുന്നത്. ആ ഒറ്റപ്പെടലിൽ നിന്ന് നമുക്ക് ഒരുപാട് വേദനകളും ദുഃഖങ്ങളും മാത്രമാണ് ഉണ്ടാകുന്നത്. കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ്. കൂട്ടുകുടുംബം, പണ്ടൊക്കെ കൂട്ടുകുടുംബം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആർക്കും കൂട്ടുകുടുംബം ഇഷ്ടമല്ല. കാരണം എല്ലാവർക്കും ഒറ്റയ്ക്കൊരു മുറി വേണം, ഒരു മൊബൈൽ വേണം, ചാറ്റാൻ ആൾക്കാർ വേണം. അവർ ചാറ്റുമായി പുറകെ പോകും. ബന്ധമെന്താ സ്വന്തം എന്താ ഒന്നും ബന്ധുവാര് ശത്രുവാരെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇന്നത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഓരോ ദിവസവും ഓരോ വീഡിയോ കാണുമ്പോഴും ഹൃദയം പൊടിയും. അമ്മാതിരിയുള്ള വീഡിയോകളാണ് നമ്മൾ കാണുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല, സത്യം. എന്ത് പറയണമെന്നും എനിക്ക് അറിയില്ല. ശരിക്കും പറയാൻ കിട്ടുന്നില്ല അങ്ങോട്ട്. വിഷമമാണ് മനസ്സിന്. അറിയില്ല.